മൂന്നാം മോദി സർക്കാരിൻ്റെ ആയുസ് എത്രയാണ്? രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണിത്. സംശയം ബലപ്പെടുത്തുന്ന രണ്ട് പ്രസ്താവനകൾ പാർലമെന്റിൽ നടക്കുകയുണ്ടായി. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ്, ജാതി സെൻസസ് ഇതേ പാർലമെന്റിൽ ഞങ്ങൾ പാസാക്കും. മറ്റൊരു പ്രസ്താവന അഖിലേഷ് യാദവിൻ്റെതാണ്. ബജറ്റ് സെഷനിലെ ചർച്ചയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അഖിലേഷ് യാദവ് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയ കാര്യം, ഈ സർക്കാർ താഴെ വീഴും. വലിയ രാഷ്ട്രീയ മാനം പ്രസ്താവനകൾക്കുണ്ട്. NDA സഖ്യകക്ഷികളായ TDPയുടെ നിലപാട്, നിതീഷ് കുമാറിന്റെ നിലപാട്, ഇത് രണ്ടും നിർണായകമാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ബാക്ക് ബോൺ ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കാം? ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ആന്ധ്ര രാഷ്ട്രീയമാണ്. മോദി സർക്കാരിൽ നിന്ന് 1-2 വർഷം കൊണ്ട് മുഴുവൻ ആനുകൂല്യങ്ങളും വാങ്ങിയെടുത്തതിന് ശേഷം മാത്രമേ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സഖ്യകക്ഷികളെ ആവശ്യം കഴിഞ്ഞാൽ BJPയും നരേന്ദ്രമോദിയും എപ്രകാരം കൈകാര്യം ചെയ്യുമെന്ന് നന്നായി അറിയാവുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. BJPയുടെ യൂസ് ആൻഡ് ത്രോ സംസ്കാരം ശരിക്കും അറിയുന്ന ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് 2 വർഷത്തിന് ശേഷം വ്യക്തമാക്കും. രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളുടെ മാസ്റ്റേഴ്സായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അവരുടെ ഉള്ളിലിരിപ്പും ശരിയായ രീതിയിൽ ഇന്ത്യ മുന്നണി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചിട്ടില്ലെങ്കിലും മൂന്നാം മോദി സർക്കാരിൻ്റെ അവസ്ഥ ദയനീയമാണ്. 10 വർഷവും അടക്കിപ്പിടിച്ച രോഷം ജനങ്ങൾ BJP സർക്കാരിനോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നിർമ്മല സീതാറാം അവതരിപ്പിച്ചതിന് ശേഷം ജനങ്ങൾ രോഷാകുലരാണ്. BJPയുടെ പ്രധാന സപ്പോർട്ടും വോട്ട് ബാങ്കുമായ മിഡിൽ ക്ലാസ് BJPക്കെതിരെ തിരിയുകയാണ്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നത് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിലാണ്. പക്ഷേ 2024 മോദി സർക്കാർ ഭരണം നടത്തുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പ്രതീതി രാജ്യത്ത് നിലവിലുണ്ട്. ചോദ്യ പേപ്പർ ചോർച്ചയോടുകൂടി രാജ്യത്തെ സിസ്റ്റം എത്രമാത്രം കുത്തഴിഞ്ഞതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എല്ലാ അഴിമതികളോടും കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന ചിത്രം ആളുകൾക്ക് വ്യക്തമാവുകയാണ്. UPSC സ്കാം അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് ജനങ്ങൾക്കറിയാം. വിശദമായ അന്വേഷണത്തിന് പോയാൽ ഫുൾ സിസ്റ്റം കൊളാപ്സ് ആകും, തകരുമെന്ന് ബോധ്യമുള്ള മോദി സർക്കാർ എല്ലാം അമർത്തിപ്പിടിച്ച് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഉയർന്നു വരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റാണ് മോദി പലപ്പോഴും ഉയർത്തിക്കാട്ടാറുള്ളതെങ്കിൽ പദ്ധതികളിൽ മുഴുവനും അഴിമതി നടന്നിരിക്കുന്നു. ബീഹാറിൽ മാത്രം 1 മാസത്തിനുള്ളിൽ 14 ബ്രിഡ്ജുകളാണ് തകർന്നത്. ടാറ്റ കമ്പനിക്ക് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുന്നത് അവർ ഇലക്ടറൽ ബോണ്ടിൽ 300 കോടി സംഭാവന ചെയ്തതിന് ശേഷമാണ്. മോദി വ്യാജവാഗ്ദാനങ്ങൾ നൽകി തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് BJPയുടെ വോട്ടേഴ്സിന് മനസ്സിലായിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിനും മാധ്യമങ്ങളിൽ ഇടം ലഭിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രത്തിൽ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് 2024 മുതൽ നാം കാണുന്നത്. മോദി സർക്കാർ തകർച്ചയുടെ വക്കിലാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.